കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച പാട്യമ്മ AUP സ്കൂൾ ഓർമ്മയാകാൻ പോകുന്നു. 7 പതിറ്റാണ്ടുകളുടെ പ്രൗഢമായ പാരമ്പര്യമുള്ള ഈ പൊതുവിദ്യാലയത്തിൽ ഈ വർഷവും 1-ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും പ്രവേശനം നേടിയില്ല. തുടർച്ചയായ 3-ാം വർഷത്തെ അവസ്ഥയാണിത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അധികൃതരുടെയും നാട്ടുകാരുടെയും തികഞ്ഞ അവഗണനയാണ് ഈ പൊതുവിദ്യാലയത്തെ ഇങ്ങനെയൊരു ദുർവിധിയിലേക്ക് നയിക്കുന്നത്. 2024 അധ്യയന വർഷത്തിലാണ് ആദ്യമായി 1-ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും ചേരാത്ത അവസ്ഥ ഇവിടെയുണ്ടായത്. ഇത്തവണയും അത് ആവർത്തിച്ചതോടെ തുടർച്ചയായ 3-ാം വർഷമാണ് ഇവിടുത്തെ 1-ാം ക്ലാസ് മുറികൾ പൂർണ്ണമായും വിജനമായി കിടക്കുന്നത്. പുതിയ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നതിനായി അധ്യാപകരും സ്കൂൾ സംരക്ഷണ സമിതിയും പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. മറ്റ് ക്ലാസുകളും ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഭാവി പ്രതിസന്ധിയിൽ തുടർച്ചയായ വർഷങ്ങളിൽ 1-ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ എത്താതായതോടെ വിദ്യാലയത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. ഇത് വരും വർഷങ്ങളിൽ 2, 3, 4 ക്ലാസുകളിലെ കുട്ടികളുടെ എണ്ണത്തെയും ബാധിക്കുകയും ആ ക്ലാസുകളും കുട്ടികളില്ലാതെ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഈയൊരു സ്ഥിതിവിശേഷം തുടർന്നാൽ ഭാവിയിൽ സ്കൂളിലേക്ക് ഒരു കുട്ടി പോലും എത്താത്ത സാഹചര്യം ഉണ്ടാകുകയും ഒടുവിൽ വിദ്യാലയം എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും നാട്ടുകാരും. ദേശീയപാതാ വികസനം വന്നതോടെ സ്കൂൾ നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതാണ് അവസ്ഥ വഷളാക്കിയതെന്നാണ് ആക്ഷേപം. പൊതുവിദ്യാലയം നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ എളുപ്പം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിലിവിടെയുള്ളൂ. എന്നാൽ ഉത്തരവാദപ്പെട്ടവരുടെ താൽപ്പര്യക്കുറവുകളാണ് വിദ്യാലയത്തെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നത്. പൊതുസമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാട്യമ്മ AUP സ്കൂൾ ചരിത്രത്തിൻ്റെ താളുകളിൽ മാത്രമായി ഒതുങ്ങും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.